അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ പറയാം, മരണം അത്ര സുഖകരമായൊരു ഇടപാടല്ല. ആരോടും ചോദിച്ചറിയാൻ പറ്റാത്ത എന്ന് വിശ്വസിക്കുന്ന ഒരു ടോപ്പിക്കാണ് ഈ മരണം എന്ന വാക്കിന്റെ അർത്ഥം യഥാർത്ഥത്തിൽ എന്താണ്? മാറ്റം എന്നാണ്. ഭഗവത്ഗീത എഴുതിയിട്ട് എത്ര കാലമായി? 5300 വർഷം കഴിഞ്ഞു. അപ്പോഴാണ് പറയുന്നത്, വസാംസി ജീർണാനി യഥാവിഹായ, നിങ്ങൾ ഒരു മുഷിഞ്ഞ വസ്ത്രം മാറി പുതിയൊരു വസ്ത്രം ധരിക്കുന്നത് പോലെ ഈ ശരീരം, ഈ ജീവൻ മാറി വേറൊരവസ്ഥ സ്വീകരിക്കുന്നവന് അറിയില്ല. എന്തുകൊണ്ട് മരിക്കുന്നു? മരണമെന്നാൽ എന്ത്? മരണശേഷം എന്ത് സംഭവിക്കുന്നു? ഇത്തരത്തിലൊരു സ്റ്റേജിലെത്തിയാൽ ഈ പറഞ്ഞ മരണം ഒരു ഭയം എന്നുള്ള ഫാക്ടർ ആയിരിക്കില്ല. അയ്യോ, അതാണ് ഏറ്റവും വലിയ അവസരമെന്ന് ഞാൻ പറഞ്ഞില്ലേ. അതാണ് അമരത്വം, ഇമ്മോർട്ടാലിറ്റി. മരണം രണ്ടു വിധം, സൂര്യയാനവും ചന്ദ്രയാനവും. ഉറക്കത്തിൽ മരിക്കുന്നതായിരിക്കും ഉത്തമം, കാരണം നമ്മൾ വേദന അറിയുന്നില്ല, ഉറങ്ങാൻ കിടക്കുന്നു, രാവിലെ പറഞ്ഞു എന്നാണ് എന്റെ ചിന്ത. തെറ്റ്. മരണം എന്നും മനുഷ്യന് ജിജ്ഞാസ ഉണ്ടാക്കുന്ന ഒരു വിഷയം തന്നെയാണ്. ഭയമാണോ ജിജ്ഞാസയാണോ എന്നുള്ളത് രണ്ടാമത്തെ ചോദ്യമാണ്. അപ്പോൾ മരണത്തെ പറ്റിയാണ് അബാക് മീഡിയയിൽ ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ഗുരു യോഗീശ്വരനാണ്. നമസ്കാരം. നമസ്കാരം. അതെ, മരണം എല്ലാവർക്കും സംശയം ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ എന്താണ് എന്ന് നമുക്ക് ഒരിക്കലും ആരോടും ചോദിച്ചറിയാൻ പറ്റാത്ത എന്ന് വിശ്വസിക്കുന്ന ഒരു ടോപ്പിക്കാണ്. ഏറ്റവും നല്ല മരണം എന്താണ്? ഒരാളിങ്ങനെ മരിക്കുമ്പോൾ ഇതാണ് മരണം, അടിപൊളി എന്ന് തോന്നുന്ന മരണം എന്താണ്? അതിന് സാങ്കേതികമായിട്ട് സ്വച്ഛന്ത മൃത്യു എന്ന് പറയും. അതായത് സ്വന്തം ഇഷ്ടത്തിൽ, ഇഷ്ടപ്പെടുന്ന സമയത്ത്, ഇഷ്ടപ്പെടുന്ന രീതിയിൽ മരിക്കാൻ കഴിയുക എന്നുള്ളതാണ് ഏറ്റവും നല്ല മരണം. അങ്ങനെയാണെങ്കിൽ ആത്മഹത്യയാവില്ലേ നല്ല മരണം? ആത്മഹത്യ ചെയ്യുന്നവരാരും സന്തോഷത്തോടുകൂടി ചെയ്തതായിട്ട് എൻ്റെ അറിവിലില്ല. സ്വച്ഛന്ത മൃത്യു എന്ന് പറഞ്ഞാൽ ജീവിച്ച് മതിയായി, ഇനി ഞാൻ ഈ ഡയമെൻഷനിൽ നിന്ന്, ഈ ഭൂമിക എന്ന് പറയും മലയാളത്തിൽ, ഭൂമിക എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിലെ ഡയമെൻഷൻ, വൈബ്രേഷൻ. നമ്മളെല്ലാവരും ഒരു പ്രത്യേക തരംഗ ദൈർഘ്യത്തിലാണ് ജീവിക്കുന്നത്. ഈ വൈബ്രേഷൻ മാറിയാൽ നമ്മൾ വേറൊരു ലോകത്താണ് ജീവിക്കുന്നത്. അപ്പോൾ അത് പറഞ്ഞാൽ തോന്നും അതെങ്ങനെ വേറൊരു ലോകം? ഈ കണ്ണ് കാണാൻ വയ്യാത്ത ഒരാളിനൂടെ നിറങ്ങളെ കുറിച്ച് പറഞ്ഞു ബോധിപ്പിക്കാൻ പറ്റുമോ? ഇല്ല. അതുപോലെയാണ് ഈ ഒരു പൊട്ട് തൊട്ടിരിക്കുന്നുണ്ടോ? നമ്മുടെ പൗരാണിക ഭാരതത്തിൽ പഠിപ്പിച്ചത് ആണുങ്ങളോട് നീ ചന്ദനം തൊടുക, സ്ത്രീകളോട് കുങ്കുമം തൊടാൻ പറഞ്ഞു. ഇപ്പോൾ ആർട്ടിഫിഷ്യലൊക്കെയാണ് ചെയ്യുന്നതെങ്കിലും സത്യത്തിൽ അത് ഈ നമുക്ക് ഫോർ ബ്രെയിൻ എന്ന് പറയും. എവിടെയാ നമ്മുടെ ചിന്തകൾ, തീരുമാനങ്ങൾ എടുക്കുന്നത് തലച്ചോറിൻ്റെ മുകൾ ഭാഗത്താണ്. അത് എക്സാക്ട്ലി ബിഹൈൻഡ് ദിസ് സ്കൾ, ഈ ഏരിയയിലാണ്. അവിടെയാണ് നമ്മൾ ആജ്ഞാചക്രം എന്നൊക്കെ യോഗ ഭാഷയിൽ പറയുന്നത്. അപ്പോൾ ഈ ചിന്തകളെ നിയന്ത്രിക്കണമെങ്കിൽ ഈ കണ്ണ് തുറക്കണം. അതായത് നമുക്ക് അവിടെ ഒരു മൂന്നാം കണ്ണ്, യോഗദൃഷ്ടി, ആറാം ഇന്ദ്രിയം എന്നൊക്കെ പറയും. ഈ കണ്ണ് നമുക്ക് അടഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ടാണ് അതിന് ആത്മീയ അന്ധത ബാധിച്ചവർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ആത്മീയ അന്ധത ബാധിച്ചവരോട് ഈ ആത്മീയ കാര്യങ്ങൾ വിശദീകരിക്കാൻ അനുഭവമുള്ളവർ നിൽക്കാറില്ല. അത് അന്ധനായ ഒരു വ്യക്തിയോട് നിറത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ചെവി കേൾക്കാൻ കഴിയാത്ത ഒരാളിനോട് സംഗീതത്തിൻ്റെ സാങ്കേതികതയെക്കുറിച്ചോ പറയുന്നത് പോലെ ഇരിക്കും. അത്ര അർത്ഥശൂന്യമാണ്. അതുകൊണ്ട് ഈ മരണം എന്ന ആ ഒരു പ്രതിഭാസം നമ്മുടെ പൗരാണിക ഭാരതത്തിൽ ഏറ്റവും നല്ല ഒരു പ്രക്രിയയായിട്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. പ്രക്രിയ മാത്രമല്ല, ഒരു അവസരവുമായാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. ഓക്കെ, എന്തിനുള്ള അവസരമായി? ജീവിത വിജയം നേടാൻ. ഓക്കെ, അപ്പോൾ സ്പിരിച്വലി എൻറിച്ച്ഡ് ആയിട്ടുള്ള, എൻലൈറ്റൻഡ് ആയിട്ടുള്ള ആൾക്കാർ ഇപ്പോൾ മരിക്കാമെന്ന് വിചാരിക്കുമ്പോൾ മരിക്കും. അപ്പോൾ മരണം പ്രവചിക്കാൻ കഴിയുമോ? ആരോട്? അല്ല, സ്വയം ഞാൻ ഇപ്പോഴാണ് മരിക്കാൻ. ഉറപ്പായിട്ടും അവർക്കറിയാം. അവർക്ക് അതുകൊണ്ടാണല്ലോ സ്വച്ഛന്ത മൃത്യു എന്ന് പറയുന്നത്. സ്വന്തം ഇച്ഛയാൽ മരണം സ്വീകരിക്കാം. ഈ മരണം എന്ന വാക്കിന്റെ അർത്ഥം യഥാർത്ഥത്തിൽ എന്താണ്? മാറ്റം എന്നാണ്. ഒരവസ്ഥയിൽ നിന്ന് മറ്റൊരവസ്ഥയിലേക്ക് മാറുന്നതിനെയാണ് മാറ്റം എന്ന് നമ്മൾ പറയുന്നത്, ട്രാൻസ്ഫോർമേഷൻ ഇല്ലേ? പക്ഷേ അതിൻ്റെ സാങ്കേതികത അറിയാതിരിക്കുമ്പോൾ
അവർക്ക് അത്ഭുതം ഉണ്ടാകും. അതായത് ഇപ്പോൾ നമ്മളൊരു മെജീഷ്യനാണെന്ന് വെക്കുക. ഒരു ലിക്വിഡ് കൊണ്ടുവരുന്നു. ഈ കാട്ടിൽ നമ്മൾ ട്രൈബലായിട്ടുള്ള വിദ്യാഭ്യാസമില്ലാത്ത ഒരു ടീമിൻ്റെ മുന്നിൽ നമ്മൾ ഈ മാജിക് അവതരിപ്പിക്കുകയാണ്. അപ്പോൾ സ്വയം ഇവോപ്പറേറ്റ് ചെയ്യുന്ന ഒരു ലിക്വിഡ് കൊണ്ടുവന്നിട്ട്, നിറമുള്ളൊരു ദ്രാവകം കൊണ്ടുവന്നിട്ട് ഇങ്ങനെ കാണിക്കുകയാണ്. നമുക്ക് അറിയാം അത് അറ്റ്മോസ്ഫിയറിക് എയറുമായിട്ട് കോണ്ടാക്റ്റിൽ വരുമ്പോൾ ഇത് ഇവോപ്പറേറ്റ് ചെയ്യുമെന്ന് ശാസ്ത്രം പഠിച്ചവനറിയാം. പക്ഷേ ഈ വിദ്യാഭ്യാസം ഇല്ലാത്ത അല്ലെങ്കിൽ എന്താണ് ഔപചാരിക വിദ്യാഭ്യാസം നേടിയിട്ടില്ലാത്ത ഒരു ഗ്രൂപ്പിൻ്റെ മുന്നിലാണ് ഇത് അവതരിപ്പിക്കുന്നത് വയ്ക്കുക. ഇതിങ്ങനെ മുന്നിലെടുത്ത് വെച്ചിട്ട് ഹോം ഹ്രോം എന്നൊക്കെ വയ്ക്കുമ്പോൾ ഇതങ്ങ് അപ്രത്യക്ഷമാകും, ഇല്ലേ? അവർക്കത് അത്ഭുതമായിരിക്കും. നമ്മൾ ഈ പിള്ളേരൊക്കെ പറ്റിക്കുന്ന അതെ. പക്ഷേ ശാസ്ത്രം അറിയാവുന്നവനാ ഇറ്റ് ഈസ് എക്സിസ്റ്റിംഗ് ഇൻ എ ഡിഫറെൻറ്റ് ഡയമെൻഷൻ എന്നും മനസ്സിലായി. ഇതുപോലെയാണ് മരണം. എനർജി ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് നോട്ട് ബി ഡിസ്ട്രോയിഡ് എന്നൊക്കെ നമ്മൾ പറയുന്ന ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി ഇല്ലേ? ഇവിടെ ഭഗവത്ഗീത എഴുതിയിട്ട് എത്ര കാലമായി? 5300 വർഷം കഴിഞ്ഞു. അപ്പോഴാണ് പറയുന്നത് വാസാംസി ജീർണാനി യഥാ വിഹായ നവാനി ഗൃഹ്ണാതി നരോപുരാണി. ഈ സംഭവം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ ഒരു മുഷിഞ്ഞ വസ്ത്രം മാറി പുതിയൊരു വസ്ത്രം ധരിക്കുന്നത് പോലെ ആണ് നിങ്ങളുടെ കോൺഷ്യസ്നെസ്, ഞാനെന്ന ബോധം. ഈ പഴയ ശരീരത്തെ ഉപേക്ഷിച്ച് പുതിയൊരു ശരീരം, പഴയ ഫോം ഉപയോഗിച്ച് പുതിയൊരു ഫോം ഗെയിൻ ചെയ്യുന്നത് അത്ര ലളിതമാണിത്. പക്ഷേ ഈ വിദ്യാഭ്യാസമില്ലാത്തവർ കെമിക്കൽ ചേഞ്ചിൻ്റെ മുന്നിൽ അത്ഭുതപ്പെടുന്നത് പോലെ മൂന്നാം ദൃഷ്ടി, യോഗദൃഷ്ടി, ജ്ഞാനക്കണ്ണ് തുറക്കാത്തവർ, ആത്മീയ അന്ധത ബാധിച്ചവർ ഈ ശരീരം, ഈ ജീവൻ മാറി വേറൊരവസ്ഥ സ്വീകരിക്കുന്നവൻ അറിയില്ല. അറിയാത്തത് കൊണ്ട് ഇവൻ അകാരണമായി ഭയക്കുന്നു. എന്നാൽ മരണത്തെ ഒരവസരമാക്കി എടുത്തവൻ, അതായത് ഞാൻ എന്തിന് ജനിച്ചു എന്നാണ് ആത്മീയവാദി ചോദിക്കുന്നത്. ഞാൻ എവിടുന്ന് ജനിച്ചു, എന്തുകൊണ്ട് വളരുന്നു, എന്തുകൊണ്ട് മരിക്കുന്നു, മരണമെന്നാൽ എന്ത്, മരണശേഷം എന്ത് സംഭവിക്കുന്നു? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് യോഗ അനുഭവം. അത്തരത്തിലൊരു സ്റ്റേജിൽ എത്തിയാൽ ഈ പറഞ്ഞ മരണം ഒരു ഭയം എന്നുള്ള ഫാക്ടർ ആയിരിക്കില്ല. അയ്യോ, അതാണ് ഏറ്റവും വലിയ അവസരമെന്ന് ഞാൻ പറഞ്ഞില്ലേ. അതാണ് അമരത്വം, ഇമ്മോർട്ടാലിറ്റി. മരണം എന്ന ആ ഒരു സാങ്കേതികതയെ, മാറ്റം എന്ന സാങ്കേതികതയെ ബോധപൂർവം നേരിടുന്നവൻ പിന്നെ മരിക്കുന്നില്ല. ഇതുകൊണ്ടാണ് മരണം 2 വിധം: സൂര്യയാനവും ചന്ദ്രയാനവും, അല്ലെങ്കിൽ വെളിച്ചത്തിലേക്കുള്ള വഴിയും ഇരുട്ടിലേക്കുള്ള വഴിയും. അപ്പോൾ അറിഞ്ഞു മരിക്കുന്നവൻ ബോധം പോകാതെ മരിക്കും. അപ്പോൾ അവൻ ആ മാറ്റം ദർശിക്കാൻ കഴിയും. അറിയാത്തവൻ ഭയന്ന് ഇരുട്ടിലേക്ക് വീണു, അവൻ്റെ ബോധം മറഞ്ഞു പോകും. അപ്പോൾ അവൻ ഇരുട്ടിലേക്ക് വീഴും. അവൻ ഒരിക്കലും മരണമെന്ന പ്രതിഭാസത്തെ സാക്ഷീകരിക്കുന്നില്ല. എന്നാൽ അറിഞ്ഞുകൊണ്ട് മരിക്കുന്നവൻ സാക്ഷി രൂപേണ ദർശനം, മരണമെന്ന പ്രതിഭാസത്തെ അവൻ സാക്ഷിയായി നിരീക്ഷിക്കും. അതോടുകൂടി ഈ ഒരു ഡയമെൻഷനിൽ നിന്ന് അവൻ വേറൊരു ഡയമെൻഷനിലേക്ക് മാറുന്നു എന്ന ആ ഒരു ബോധമുള്ളത് കൊണ്ട് അവൻ പിന്നെ പല ഡയമെൻഷനുകൾ അനുഭവിക്കുകയാണ്. അതെ. അപ്പൊ ഈ പറഞ്ഞ മരണത്തെക്കുറിച്ചുള്ള ബോധമുള്ള ഒരാൾക്ക് ഒരു അപകട മരണം സംഭവിക്കുകയാണെങ്കിലോ? മരണത്തെക്കുറിച്ച് ബോധമുള്ള ഒരാളിന് അപകട മരണം സംഭവിക്കുമ്പോഴും ആ സമയത്ത് അവന്റെ ബോധം പോവില്ല. അതും ഈ പറഞ്ഞ നല്ല മൃത്യു തന്നെയാണ്. പിന്നല്ലാതെ. അതാണ് എനിക്ക് ഇപ്പോൾ എന്നോട് ഈ ആൾക്കാർ വന്ന് വളരെ ഭയത്തോടെ ചോദിക്കും, ഗുരുജി യുദ്ധം, ഇതൊരു ലോകമഹായുദ്ധത്തിലേക്ക് പോവോ? ഞാൻ ചിരിക്കും. കാരണം മരിക്കാനുള്ള സമയം എല്ലാ ജീവജാലങ്ങളിലും കുറിച്ചിട്ടുണ്ട്. ജനിച്ചതുപോലെ തന്നെ അത് വളരെ നിശ്ചിതമാണ് മരണവും. മനസ്സിലായില്ലേ? അപ്പോൾ അത് അറിഞ്ഞുകൊണ്ട് അതിനെ സ്വീകരിക്കുന്നവൻ സന്തോഷത്തോടുകൂടി സ്വീകരിക്കും, അറിയാത്തവൻ ഭയക്കും. അപ്പോൾ ഞാൻ ഈ യുദ്ധത്തെക്കുറിച്ച് പേടിക്കുന്നവനോട് പറയുന്നത്, നീ നിന്നിലേക്ക് നോക്കുക, നിന്റെ ശരീരത്തിനപ്പുറത്തേക്ക്. ഇത് ശരീരം ഒരു പ്രത്യേക ഡയമെൻഷനാണ്. ആ മാധ്യമമില്ലാതെ തന്നെ നിങ്ങൾക്ക് വിദേഹാവസ്ഥയിൽ നിങ്ങളെ ബോധത്തെ നിലനിർത്താം. ഈ വിദേഹൻ എന്ന് പറയുന്നത് നമ്മുടെ പൗരാണികതയിൽ ഒരു കഥാപാത്രത്തെ പറയുന്നുണ്ട്. ആരാണ്? ജനക മഹാരാജാവ്. ജനക മഹാരാജാവ് വിദേഹൻ എന്നാണ് പറയുന്നത്. കാരണം അദ്ദേഹം ശരീരത്തിലിരിക്കവേ തന്നെ വിട്ട ഒരു പ്രകൃതം അദ്ദേഹം ആർജിച്ച ആളാണ്. നമ്മുടെ സന്യാസിമാരെല്ലാം, യഥാർത്ഥ സന്യാസിമാരെല്ലാം
ദേഹത്തിലിരിക്കവെ തന്നെ ദേഹമില്ലാതെ വിദേഹാവസ്ഥയിൽ നിൽക്കാൻ കഴിയുന്ന പ്രകൃതി ലയന്മാർ എന്നതിന് വേറൊരു പേരുണ്ട്. ഇത് ഈ സന്യാസിക്ക് മാത്രം പറഞ്ഞതൊന്നുമല്ല. സന്യാസി എന്ന് പറഞ്ഞാൽ നമ്മളെ ധരിപ്പിച്ചിരിക്കുന്നത് ഈ ഇടക്കാലത്ത് വന്ന കുറെ വേഷധാരികൾ, കുറി, ഗോപി, കാഷായം, പണ്ട് മുതലേ മാല, ചുമ്മാ, ഇതിനൊക്കെ പ്രത്യേക ഓരോ അവസരങ്ങളിൽ അവർ ഓരോ യൂണിഫോമുകൾ ധരിച്ചിരുന്നു. ഇതിപ്പോ ഒരു പോലീസ് ഓഫീസർ വീട്ടിൽ നിൽക്കുമ്പോൾ ഇതൊക്കെ കെട്ടി കളസമൊക്കെ വെച്ചിട്ടാണ് നിൽക്കുന്നത്. അയാൾ ഒരു ലുങ്കി ഉടുത്ത് ഒരു ബനിയനിട്ട് വീട്ടിൽ നിൽക്കും. അതേസമയം ഓഫീസിൽ പോകുമ്പോഴോ ആ രീതിയിലായിരിക്കും. എന്നാൽ ഒരു സ്കൂളിലൊരു ഇനാഗുറേഷനോ മറ്റോ പോകുമ്പോഴോ ഒരു ജെന്റിൽമാൻ സ്റ്റൈലായിരിക്കും. ഇതിങ്ങനെ അവസരോചിതമായി വേഷങ്ങൾ മാറ്റിയിരുന്നു, ഉപാധികൾ സ്വീകരിച്ചിരുന്നു. അത് പിന്നെ ഈ വിൽപ്പനയ്ക്ക് വേണ്ടിയാണ് വേഷങ്ങൾ ഉപയോഗിച്ചു തുടങ്ങിയത്. അവിടെയാണ് അപജയമുണ്ടായത്. സന്യാസം എന്ന വാക്കിൻ്റെ അർത്ഥം സത്ന്യാസം, അല്ലെങ്കിൽ സമ്യക്കായി നസിക്കുക. നസിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ചിന്തയെ ആവർത്തിച്ചാവർത്തിച്ച് ഉറപ്പിക്കുക. അപ്പം ഞാൻ ശക്തനാണ് എന്നൊരു ബോധം എനിക്കുണ്ടെങ്കിൽ ഞാൻ ആവർത്തിച്ചാവർത്തിച്ച് ആ ചിന്തയെ ഉറപ്പിക്കും. അല്ലെങ്കിൽ എനിക്ക് ഇന്ന പരീക്ഷയിൽ ഇത്ര റാങ്ക് നേടണം, അത് ആവർത്തിച്ചുറപ്പിച്ചുകൊണ്ട് ഞാൻ പ്രവർത്തിക്കും. അതാണ് ന്യാസം. സത്തിൽ ന്യസിക്കുന്നതാണ് സന്യാസം. ശരി. അപ്പോൾ ഈ മരണത്തെ പറ്റി പറയുമ്പോൾ ഈ ആത്മഹത്യ ചെയ്തവർക്ക് എന്താണ് അതിനുശേഷം സംഭവിക്കുക? അവർക്ക് തന്നെ അറിയില്ല എന്താണെന്ന്. ആത്മഹത്യ ചെയ്യുന്നത് അവരുടെ ഒരു സാഹചര്യങ്ങൾ സമ്മർദ്ദം കൊണ്ടും വിക്ഷുബ്ധമായ അവസ്ഥയിലായിരിക്കും. അപ്പോൾ ആ ശ്രമത്തിൽ തന്നെ അവരുടെ ബോധം മറയും. അതായത് പക്ഷെ അവിടെയും ആ സ്റ്റേറ്റ് സെയിം അല്ലേ? ഇനി മുന്നോട്ട് ജീവിക്കണ്ട, ഇതാണ് മരിക്കാനുള്ള ഉത്തമ സമയം, അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടായിരിക്കില്ലേ ചെയ്യുന്നത്? ഉത്തമ സമയമൊന്നൊന്നുമല്ല. അല്ല, ഇതിനപ്പുറത്തേക്ക് ജീവിക്കണ്ടെന്ന് വിചാരിക്കുമ്പോൾ ജീവിക്കണ്ട എന്നാണ്. അത് ആരോടുള്ള വൈരാഗ്യമോ സ്വയം തന്നോടുള്ള ദേഷ്യമോ പരാജയ ഭീതിയോ എന്തൊക്കെയോ ആണ് ആ അധമ വികാരങ്ങളാണ് എന്ന് പറയുന്നത്. അത് അന്ധതയാണ്. അപ്പോൾ ആ ഒരു ദേഷ്യത്തിൽ വിഷം കഴിക്കുകയോ കുരുക്കുമുറുക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ അയാളുടെ ബോധം മറഞ്ഞു പോകും, ഭയക്കും. ഏത് ഭയവും ഏത് വേദനയും ഒരു പരിധി കിടക്കുമ്പോൾ ബോധം മറഞ്ഞു കളയും. ഇപ്പോൾ എനിക്കൊരു ആക്സിഡൻറ്റ് വന്ന് കൈ മുറിഞ്ഞു പോയി എന്ന് വെക്ക്, ആദ്യം ഒരു ബലമൊക്കെ പിടിക്കുമെങ്കിലും ആ വേദനയുടെ കാഠിന്യം കൂടുമ്പോൾ ഞാൻ പതുക്കെ അങ്ങ് മയങ്ങും. കാരണം അത് മനസ്സിൻ്റെ മെക്കാനിസമാണ്. അതുപോലെ തന്നെ മരണവേദന എന്ന് പറയുന്നത് ചെറിയ വേദനയൊന്നുമല്ല. അത് ആറാം വായു ഉണരുമ്പോൾ ഉണ്ടാകുന്നൊരു വല്ലാത്ത ഭ്രമമാണത്, ഭയമാണ്. അത് നേരിടാൻ സാധന പ്രാക്ടീസ് ഇല്ലാത്തവരെ കൊണ്ട് അത് നേരിടാൻ കഴിയില്ല. അപ്പോഴവരെ മനസ്സങ്ങ് മയങ്ങും. ഇപ്പൊ ഞാൻ ഈ ആദ്യ ചോദ്യം ചോദിക്കുമ്പോൾ ഞാൻ ഗുരുജിയുടെ ഭാഗത്തുനിന്ന് പ്രതീക്ഷിക്കുന്ന ഉത്തരം ഉറക്കത്തിൽ മരിക്കുക എന്നുള്ളതായിരിക്കും എന്ന് ഞാൻ ഇവരോട് പറയുകയും ചെയ്തു. ഉറക്കത്തിൽ മരിക്കുന്നതായിരിക്കും ഉത്തമം, കാരണം നമ്മൾ വേദന അറിയുന്നില്ല, ഉറങ്ങാൻ കിടക്കുന്നു, രാവിലെ പറഞ്ഞു എന്നാണ് എന്റെ ചിന്ത. തെറ്റ്. എന്തിന്? ഇടക്കാലത്ത് എനിക്ക് ഈ ഷുഗർ വന്നായിരുന്നു. അപ്പോൾ ഞാൻ ഈ ഇഞ്ചക്ഷൻ എടുത്തു. എൻ്റെ ഈ ആയുർവേദ യോഗ പരിപാടിയൊന്നും എഫക്റ്റ് ചെയ്തില്ല. അപ്പോൾ അങ്ങനെ ഞാൻ ഇഞ്ചക്ഷൻ എടുത്തു. അപ്പോൾ ഒരു ദിവസം വൈകിട്ട് എനിക്ക് വലിയ വിശപ്പൊന്നും തോന്നിയില്ല. ചെറിയൊരു എന്തോ കഴിച്ചിട്ട് നേരെ ഇഞ്ചക്ഷനൊക്കെ എടുത്ത് കിടന്നു. ഏകദേശം ഒരു 2 മണിയായപ്പോൾ വെട്ടി വീർത്ത് ഞെട്ടി ഉണർന്നു. എന്താണെന്നറിയാമോ? ഷുഗർ കുറഞ്ഞു. അപ്പോൾ ഈ മരിക്കും അല്ലെങ്കിൽ ശരീരത്തിന് അപകടം എന്ന് കാണുമ്പോൾ ഉണ്ടാകുന്ന ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് മൂഡുണ്ട്. അതായത് ശരിക്കും ഓട്ടോണമിക് നെർവസ് സിസ്റ്റം, സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം, ഇത് ആക്റ്റീവ് ആകും മരണസമയത്ത്. ശരീരം പരമാവധി ശ്രമിക്കും, അല്ലെങ്കിൽ ശരീരവും മനസ്സും ശ്രമിക്കും ജീവൻ വിട്ടു പോകാതിരിക്കാൻ. ഈ മരിക്കുന്നവൻ പെടയുന്നത് എന്തുകൊണ്ടാണ്? അവൻ പരമാവധി ശ്രമിക്കുകയാണ് എങ്ങനെയെങ്കിലും ജീവിക്കാൻ, ശരീരം വിട്ടു പോകാതിരിക്കാൻ. അത് ഭയമാണ്. ആ മൃഗീയമായ ഭയത്തിലാണ് ഇവൻ മയങ്ങിപ്പോകുന്നത്. ഉറക്കത്തിലായാലും ആ മരണമെന്ന പ്രതിഭാസം സംഭവിക്കുമ്പോൾ ഇവൻ ഉണരും. ഈ സൈലന്റ് അറ്റാക്ക് എന്ന് പറയുന്ന സംഭവം അത് ശരീരം പുറത്ത് കാണുന്നില്ലെന്നല്ലേ ഉള്ളൂ. ഇവന്റെ മനസ്സ് ഉണരുന്നുണ്ട്, അറിയുന്നുണ്ട്. ദേഹം വിട്ടുപോകുന്നത് അവൻ കൃത്യമായി അറിയുന്നുണ്ട്. അന്നേരം ബഹളം വെക്കാനെന്നുള്ള ആ ഒരു പേശി ചലനം അവന് കഴിയുന്നില്ല എന്നുള്ളേ ഉള്ളൂ. സ്തംഭിച്ചു പോകും, അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ പറഞ്ഞതുപോലെ സൈലന്റ് അറ്റാക്ക് ആണെങ്കിലും ഉറക്കത്തിലാണെങ്കിലും മരണം തന്നെയാണ് എപ്പോഴും വേദനയുള്ളത്. ഒരു ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു, ഈ സൈനൈഡ് കഴിച്ച് മരിക്കുന്നവരില്ലേ,
പുറമേ കാണുമ്പോൾ ഒരു പിന്നെ വേദനയില്ല, സൈലന്റ് പെട്ടെന്ന് മരിക്കുമല്ലേ? ചുമ്മാ പറയുന്നതാണെന്നാണ് ആ ഡോക്ടർ പറഞ്ഞത്. ഈ സൈനൈഡിൻ്റെ പ്രവർത്തനം ബാഹ്യമായി ഒന്നും കാണില്ല, നിശ്ചലമായിരിക്കും. ആന്തരികമായ ഓരോ കോശങ്ങളും പൊട്ടുമെന്നാണ് പറയുന്നത്. മൃഗീയമായ വേദന ഈ മനുഷ്യൻ അനുഭവിച്ച് സ്വയം പീഡിപ്പിച്ചാണ് മരിക്കുന്നതെന്നാണ് ആ ഡോക്ടർ എന്നോട് പറഞ്ഞത്. ഇനി അതിൻ്റെ സാങ്കേതികത വല്ല കെമിക്കൽ എഞ്ചിനീയറോടൊക്കെ ചോദിക്കണം. അതെ, അപ്പൊ എനിക്ക് തോന്നുന്നു ആ മരിക്കുന്നതിന് മുൻപുള്ള സെക്കൻഡുകളിൽ വലിയ രീതിയിലുള്ള എന്തായാലും മരണം അനുഭവിച്ചു, അല്ലെങ്കിൽ ഞാൻ സാധന ചെയ്തു എന്ന വ്യക്തി അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ പറയാം, മരണം അത്ര സുഖകരമായൊരു ഇടപാടല്ല സാധന ചെയ്ത് സ്വയം പരിശീലിച്ചില്ലെങ്കിൽ.